ഗബ്രി മറ്റേ കാറ്റുപോയ ബലൂണിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ലൈവിലൊക്കെ ഇരിക്കുന്നത്. ആള് ചത്ത പോലെ കിടക്കാം കരടിയുടെ അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഈഗോ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവും, നല്ല രീതിയിൽ കുത്ത് കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ രണ്ടുമൂന്ന് കോൺവെർസേഷൻ ഉണ്ടായി. ഇന്നലെ അൻസിബ പറയുന്നുണ്ട് അവൻ വെറും വാഴയാണ്, അവൻ എന്ത് കോപ്രായ കാണിക്കില്ല എന്നുള്ള കാര്യം സംസാരിക്കുന്നുണ്ട്. പുള്ളിക്ക് കൊടുത്ത പവർ ഉപയോഗിച്ചിട്ട് പുള്ളി കാണിക്കുന്ന മുഴുവനും ഫുഡ് കഴിക്കാൻ പാടില്ല, ഓവർ റൂളിംഗ് ആണ്. അതായത് ലൈക്ക് തൂറാത്തോം തൂറുമ്പോൾ തീറ്റം കൊണ്ടാറാട്ടെ എന്നുള്ള രീതിയിലാണ് ഗബ്രിയുടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിൽ ലാലേട്ടൻ വന്നിട്ട് സംസാരിക്കുമ്പോൾ പല സിറ്റുവേഷനിലും പുള്ളിക്ക് അവിടുത്തെ ചില കണ്ടസ്റ്റൻസിൻ്റെ പേര് പോലും അറിയാൻ പാടില്ല. ഉള്ളി തിങ് അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസ് അടക്കം ഇപ്പോൾ റോക്കി ആണെങ്കിലും ചോദിക്കുന്നുണ്ട് അന്നം മുടക്കിയ കാര്യം. നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് എപ്പോൾ നോക്കിയാലും ഗബ്രിയും ജാസ്മിനും പുറകെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടി ഇരിക്കാൻ നിൽക്കാം, പക്ഷേ അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ആക്റ്റീവ് ആവണം. ഒരു പക്ഷേ ഗബ്രി ഈ ഒരു കോംബോ എന്ന്, അതായത് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് മാറി ഒറ്റയ്ക്ക് കളിക്കുമായിരിക്കും. ഇവർ ഒരുമിച്ച് നിന്നോട്ടെ, പക്ഷെ ഒറ്റയ്ക്ക് കളിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് കളിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇന്നലെ ആൾ ഫുള്ള് ഡള്ളായിട്ടിരുന്നിട്ട് ജാസ്മിൻ കുറേ പ്രാവശ്യം ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് വന്നില്ല. ആൻഡ് ഇന്നലെ പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയൂട്ടോ, ജാസ്മിൻ നല്ലൊരു ക്യാരക്ടറിന് ഉടമയാണ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി സങ്കടപ്പെട്ടിരുന്നപ്പോൾ പുറകെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ആൻഡ് പിന്നെ വരാഞ്ഞിട്ടാണ് ആൾ പോയി ഭക്ഷണം കഴിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഒരുമിച്ചാണ് കിടന്നത്. ഒരുമിച്ച് കിടക്കാന്ന് സെൻസ് ലൈക്ക് ഗബ്രി മൂഡ് ഓഫ് ആയിട്ടിരുന്നപ്പോൾ എന്നാൽ നമുക്ക് അവിടെ പോയി കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് അവിടെ കിടക്കാം എന്നുള്ള രീതിയിൽ അവർ ഒരുമിച്ച് കിടന്ന് സംസാരിച്ച് ജാസ്മിൻ അതാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. ഇതിനെ പല ആൾക്കാരും പല രീതിയിൽ എടുക്കുന്നുണ്ടെങ്കിലും ജാസ്മിൻ്റെ ഒരു ഗബ്രിയെ ഓക്കെ ആക്കി എടുക്കാനായിട്ട് ജാസ്മിൻ ഇന്നലെ കാണിച്ച ആ ഡെഡിക്കേഷൻ, ആ ടൈം, ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. മാക്സിമം ഓണാക്കി എടുക്കാൻ നോക്കുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഇരുന്ന് സംസാരിച്ച് കംഫർട്ടാക്കി ഫൈനലി അവർ ഡിസ്ക്ലോസ് ചെയ്തു ദേ ആർ കമ്മിറ്റഡ് എന്നുള്ള. രണ്ടുപേരും കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന വ്യക്തിയാണ്. ജാസ്മിൻ അഫ്സൽ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ് പറഞ്ഞത്. ലവും കാതലൊന്നും അല്ല, അറേഞ്ച് മാരേജ് ആണെന്നാണ് പറഞ്ഞത്. ഗബ്രിക്ക് അത് സംശയം ഉണ്ടായിട്ടും വെറുതെ ഒരാളുടെ പേര് പറഞ്ഞാണെന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി. കാരണം തൻ്റെ ഫ്രണ്ടായ ഗബ്രി, അവിടെ എല്ലാവരും പറയുന്നുണ്ട് ഗബ്രിയുടെ അടുത്തേക്ക്, ഞാൻ ഗബ്രിയുടെ അടുത്തേക്ക് നിങ്ങൾക്ക് എന്താ പ്രശ്നം, ഞങ്ങൾ ഫ്രണ്ടായിരിക്കും, എന്താ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നുള്ള ഓപ്പണായിട്ട് ചോദിക്കുന്നുണ്ട്. ആണും പെണ്ണും ഒരുമിച്ച് എന്തെങ്കിലും വിഷയം എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയല്ലേ അവൾ ചോദിക്കുന്നത്, ഒരാണും പെണ്ണും ഒരുമിച്ച് എന്താ വിഷയമുള്ളത്? അവൻ മൂഡ് ഓഫ് ആയിട്ടിരുന്നപ്പോൾ മാക്സിമം ഓക്കെ ആക്കാൻ നോക്കി. ഇന്നലെ അവർ കുറേ നേരം ഒരുമിച്ച് കിടന്ന് 3 മണി 4 മണി വരെയൊക്കെ ലൈവിൽ അവർ ഒരുമിച്ച് കിടന്ന് കുറേ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ലൈവ് ഒന്നും കാണിച്ചില്ല. തന്നെ അവർ ഈ ഒരു സംഭവം ഡിസ്ക്ലോസ് ചെയ്തു. സോ നല്ലൊരു എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് ഗബ്രിയുടെ കൂടെ ജാസ്മിൻ എപ്പോഴും ഉണ്ടെന്നുള്ളൊരു പിക്ചറാണ് കാണിച്ചത്. ഇത് മാത്രം പോരാ, നല്ല രീതിയിൽ ഗെയിമും വേണം. അപ്പോൾ പോകെയുള്ള ഇതിൽ ജാസ്മിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കാരണം ഗബ്രി ഫുൾ ഓൺ പവറായിട്ട് ഓണായിട്ട് വരുന്നു വിശ്വസിക്കാം.